ഏട്ടാ ഈ തലശ്ശേരിയിൽ നല്ല ഓണസദ്യ കിട്ടുന്ന പറയുന്ന സ്ഥലടിയാ ഇവിടെ തന്നെ പെപ്പർ പാലസ് ഇവിടെ തന്നെ. അതേട്ടാ എന്നാ പോയാലോ? അപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് നല്ലൊരു ഓണസദ്യ ഞാൻ കഴിക്കാൻ പോയി. എവിടെയാണല്ലേ, നമ്മളെ തലശ്ശേരി പെപ്പർ പാലസിൽ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാഴ്ചകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം ആയെങ്കിലും നമ്മളെ ഓർമ്മകൾ എന്നും നിലനിൽക്കാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ആ വീഡിയോ ഇന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കുന്നത് 17 കൂട്ടമുള്ള സദ്യയാണ്. ഉപ്പേരി, ശർക്കര ഉപ്പേരി, കായുപ്പേരി, അച്ചാർ, മറ്റൊരു അച്ചാർ, കിച്ചടി, പച്ചടി, അവിയൽ, ഓലൻ, കൂട്ടുകറി, പായസം, പപ്പടം, പഴം, നെയ്യ്, ചോറ്, സാമ്പാർ, എരിശ്ശേരി, കാള, അങ്ങനെ 17 വിഭവം ഉള്ള സമൃദ്ധമായ സദ്യ. അപ്പോൾ ഇവിടെ എന്നെ കൂടാതെ മറ്റ് കുറേ ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ നിരവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഇവിടെ എൻ്റെ കൂടെ സദ്യ കഴിക്കാനുണ്ട്. പിന്നെ എൻ്റെ കൂടെ 2 ഏട്ടന്മാരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഞാൻ പറഞ്ഞ ബ്ലോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും. അപ്പോൾ നമ്മളെ സദ്യ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. പായസം കഴിക്കൂല. സദ്യ കഴിഞ്ഞാൽ പപ്പടവും പഴവും നെയ്യും പഞ്ചസാരയും ചേർത്ത് ഒരു കുഴയുണ്ട്. അത് നമുക്ക് മസ്റ്റാണ്. അതിലേക്ക് അല്പം പാലട പായസം കൂടി ആയാൽ വേറെ ഒന്നും വേണ്ട. അത് നമ്മളൊരു തലശ്ശേരിക്കാരെ സ്പെഷ്യലാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പെപ്പർ പാലസിലാണ്. പെപ്പർ പാലസിൽ എത്തിയപ്പോൾ ഞാൻ അറിയുന്നത് ഷീ വേൾഡും പെപ്പർ പാലസും കൂടിയിട്ട് ഇവിടെ ഒരു പായസം കോൺടെസ്റ്റ് നടത്തുന്ന കാര്യം. അപ്പോൾ നമുക്ക് പായസം കോൺടെസ്റ്റിലേക്ക് കടന്നാലോ? വാ. അപ്പോൾ എല്ലാവരുടെയും സദ്യയൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് അറിഞ്ഞത് പെപ്പർ പാലസും ഷീ വേൾഡും സംയുക്തമായിട്ട് ഒരു പായസം കോൺടെസ്റ്റ് പെപ്പർ പാലസിൻ്റെ ഹാളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഞാനും പോയി. വെറൈറ്റി പായസം, പല തരത്തിലെ പായസം, ട്രഡീഷണലായിട്ടുള്ള കിടിലം പായസം, എല്ലാ പായസവും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ ടേസ്റ്റാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, കിടിലം. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ ചേച്ചിമാരും വീട്ടിൽ നിന്ന് പായസം തയ്യാറാക്കിയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോമ്പറ്റീഷനിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ വെറൈറ്റി പായസത്തിൻ്റെ അതെങ്ങനെയാണ് തയ്യാറാക്കുന്ന എല്ലാ മെനുവും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളെ ഷെഫുമാർ റിസൾട്ടിനായിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റായിട്ട് അതേപോലെ നമ്മളെ പായസമെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി റിസൾട്ട് അറിയിക്കാൻ വന്നിട്ടുള്ള ഷിവിൻ ഷെഫ്,
അതുപോലെ അവിടുത്തെ പെപ്പർ പാലസിൻ്റെ മെയിൻ ഷെഫ്. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് നിർണ്ണയിക്കുന്നത്, ടേസ്റ്റ് ആൻഡ് റിസൾട്ട് നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മളെ ഷെഫുമാർ പായസം ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടക്കാണ് നമ്മളെ ഓണം കെങ്കേമമാക്കാൻ നമ്മളെ മാവേലി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക്. സോ ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് എല്ലാവർക്കും പരസ്പരം അറിയാം അല്ലേ? സോ എല്ലാവരും ഞാൻ ഒരുപോലെ വെൽക്കം ചെയ്യാണ്. സോ ടീം ഷീ വേൾഡ് മാവേലിയുടെ പിക്ക് എടുക്കാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാം. അപ്പൊ മാവേലി ഇങ്ങനെ തണുത്ത ജ്യൂസൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ എല്ലാവരും ഉറങ്ങാതിരിക്കുക. ഓക്കെ റെഡി ഒരാള് നമ്മളിപ്പോ വിന്നേഴ്സിന് എങ്ങനെയാണെങ്കിലും 3 പേരെ സെലക്ട് ചെയ്തേ പറ്റൂ. സോ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് 3 പേരെ നമ്മൾ ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിലാണ് വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തത്. അപ്പൊ മാവേലി ഐശ്വര്യയുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറാ, നമുക്ക് അങ്ങനെ പറയാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് തേർഡ് തുടങ്ങാം, ഒരു രസമല്ലേ? കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. തേർഡ് പ്രൈസ് വിന്നർ ചെസ് നമ്പർ 24. എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? ഇല്ല, എല്ലാരും സാറുണ്ടായല്ലോ. ചെസ് നമ്പർ 8. ഷർബാന. ഓക്കെ, സോ she won the പായസം കോമ്പറ്റീഷൻ മെയിൻ വിന്നർ അനൗൺസ് ചെയ്യാൻ പോവാണ്. Yes. So the winner is chess number 14. Give a big round of applause for our winners. So ഞാൻ ഒന്നുകൂടി എല്ലാവരുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. So first prize winner ഒന്നുകൂടി ഉഷാറിന് കൈയിടുന്നു please.
ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പ്രൈസ് ഉണ്ടോ, കാരണം എല്ലാവരുടെ പായസം വിന്നേഴ്സിന്റെ മാർക്സ് വന്നിരിക്കുന്നത്. അപ്പം വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പായസം കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഡിഫറെന്റ് ടീമാണ് കൊടുക്കുക. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രഥമനാണ്. അത് വലിയൊരു എന്താ പറയുക ടാസ്ക് ആയിരുന്നു നമുക്ക് വിന്നറെ കണ്ടെത്താൻ വേണ്ടി. എല്ലാം ഒരേ രീതിയിലുള്ള പായസം. അപ്പൊ അതിൽ നിന്ന് ദ ബെസ്റ്റ് കണ്ടെത്തുക എന്നുള്ളത് ഫോർ മീൻസ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ആ ടെക്സ്ചർ ഇപ്പൊ ചോദിക്കും എന്തുകൊണ്ട് എന്റെ പായസം വന്നില്ല, മറ്റേ പായസം വന്നില്ല. പക്ഷെ അതില് നമ്മൾ നോക്കിയത് 4 കാറ്റഗറിയാണ്. പായസത്തിന് എപ്പോഴും ഒരു ടെക്സ്ചർ ഉണ്ടാവും, അറിയാലോ. പായസം കുറച്ച് ലൂസായിരിക്കും, നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ആ ടെക്സ്ചർ എപ്പോഴും പായസത്തിന് കാണും. പക്ഷെ കുറെ പായസം നമ്മൾ ഭയങ്കര തിക്നെസ് ആയിട്ട് തോന്നി, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പായസമാണ് നമ്മൾ ഫസ്റ്റ് വിന്നർ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല എരിശ്ശേരി പായസമായിട്ട് അല്ലേ, കേരള ട്രഡീഷണൽ സദ്യയുടെ ഐറ്റംസ് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കി. അത് ഇന്നോവേഷൻ ആണ്. പക്ഷെ ചില ഇന്നോവേഷൻ ചെയ്യുമ്പോൾ ടേസ്റ്റ് ബാലൻസ് ആവില്ല ഒരിക്കലും. പക്ഷെ ഇത് കറക്റ്റ് എന്താ പറയാ, നമ്മള് എരിശ്ശേരിയേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് പായസത്തിന്. നിങ്ങൾ കഴിച്ചിട്ടോന്ന് അറിയില്ല, എടുത്തില്ലെന്ന് കഴിച്ചിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കും. ആ ടെക്സ്ചറും ആ ബ്ലെൻഡും എല്ലാം ഇറ്റ്സ് റിയലി അമേസിംഗ്. അവിടെ അല്ല ഇവിടെ ലാസ്റ്റിൽ. ഒരു മിനിറ്റാ. സെക്കൻഡ് പ്രൈസ് winner മിസ്സസ് സീരത്ത്. നല്ലൊരു കൈയടിയാവാം. സോ മിസ്സസ് സീരത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പേപ്പർ പാലസിന്റെ സീനിയർ ഷെഫ് മിസ്റ്റർ സക്കറിയ സർ. സർ നല്ലൊരു കൈയടി കൊടുക്കുക എല്ലാവരും. And the cash prizes winners. കൈയടി കൊടുക്കുക എല്ലാവരും. ബിരിയാണിക്കുള്ള പ്രൈസ് കൊടുക്കുന്നത് നമ്മുടെ ഷെഫ് ഷിബിനാണ്. സർ പ്ലീസ്. ഒരു മിനിറ്റ്. So congrats winners. നല്ലൊരു കൈയടി കൊടുക്കുക എല്ലാവരും. Put your hands together for the winners. കൈയടി കൊടുക്കുക എല്ലാവരും. At the moment is sponsored by Trouble World. എല്ലാവർക്കും എനർജി പോയോ? Come on. ഇല്ലേ? നന്നായിട്ടൊന്ന് കൈയടിച്ച് എല്ലാവരും. Once again, congrats winners. ഒന്ന് ഉഷാറിൽ കൈയടിച്ച് എല്ലാവരും. Come on. Congrats winners. ഇനി അങ്ങോട്ട് കൊടുക്കുക. Chef Shimin, sir please come. A beautiful token of love from the side of guys. നല്ല ഉഷാറിലൊന്ന് കൈയടിച്ച് കഴിഞ്ഞു.